തിരുവനന്തപുരം നഗരത്തിൽ 19കാരനെ കുത്തിക്കൊലപ്പെടുത്തി. രാജാജി നഗറിലെ അലൻ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം മോഡൽ സ്കൂളിലെ ഫുട്ബോൾ മത്സരത്തിലെ തർക്കമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതിയെന്ന് സംശയിക്കുന്ന സന്ദീപ് എന്നൊരാൾ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഇയാൾ കാപ്പ കേസ് പ്രതിയെന്നും സൂചനയുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഈ നഗരത്തെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമായിരുന്നു. ഇന്ന് വൈകിട്ട് നഗരത്തിൽ വലിയ സംഘർഷം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ മോഡൽ സ്കൂളിൽ ഇന്നൊരു ഫുട്ബോൾ മത്സരം നടന്നു. അങ്ങനെ ഫുട്ബോൾ മത്സരത്തിൽ തോറ്റ ടീമിനെ കളിയാക്കിയതിനുണ്ടായ തർക്കം പിന്നീട് സ്കൂളിനകത്ത് വെച്ച് സംഘർഷം ഉണ്ടാകുന്നു. അത് സ്കൂളിന്റെ പുറത്തേക്ക്, മോഡൽ സ്കൂളിന്റെ പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നു. അങ്ങനെ ഇന്ന് 4 മണിക്ക് ശേഷം പലയിടങ്ങളിലും വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായി. ഈ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി രണ്ട് വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് 2 സ്ഥലങ്ങളിൽ നിന്നും മുതിർന്ന ആളുകൾ, ഈ സ്കൂളിൽ പഠിക്കുന്നതായിട്ടുള്ള ആളുകളല്ല, മുതിർന്ന ആളുകൾ ഈ സ്ഥലത്ത് തൈക്കാട് പ്രദേശത്തെത്തി. അവിടെ എത്തിയ ഒന്ന് ജഗതി കോളനിയിലെ ആളുകളാണ്, മറ്റൊന്ന് രാജാജി നഗറിലെ ആളുകൾ. അങ്ങനെ രാജാജി നഗറിലെ ആളുകളും ജഗതി കോളനിയിലെ ആളുകളും തമ്മിൽ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ച് തമ്മിലടിച്ചു. വിദ്യാർത്ഥികളും ഈ സംഘർഷത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ 30ഓളം പേർ വരുന്ന സംഘർഷമാണ് തൈക്കാട് ശാസ്താ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഉണ്ടായിരുന്ന. നാട്ടുകാരൊക്കെ തന്നെ ഏറെ നേരം ഞെട്ടിയിരുന്നു. അങ്ങനെ മിനിറ്റുകളോളം ഈ സംഘർഷം ഉണ്ടായിരുന്നു. മിനിറ്റുകൾക്കിടയിൽ ഈ സംഘർഷം മാറി നിൽക്കുന്നപ്പോഴാണ് ഒരാൾ മാത്രം താഴെ വീഴുന്നത് കാണുന്നത്. കാരണം ഈ സംഘർഷത്തിനിടയിൽ വെച്ച് ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല. ചെറിയൊരു മുറിവ് മാത്രം ഈ ഹൃദയഭാഗത്ത്, നെഞ്ചിന്റെ ഭാഗത്ത് കണ്ടു. പക്ഷേ പിന്നീട് നോക്കിയപ്പോഴത്തെ ഈ തലയിറങ്ങി വീണു എന്ന് മനസ്സിലാക്കി പിന്നീട് രക്തം വാർന്നപ്പോഴാണ് അലൻ എന്ന 19 വയസ്സുകാരൻ രാജാജി നഗറിൽ താമസിക്കുന്ന അലന്റെ ഈ നെഞ്ചിന്റെ ഭാഗത്ത് ആഴത്തിൽ, അതും ഒരു നേർത്ത കത്തികൊണ്ട് ആഴത്തിൽ കുത്തിയ പാട് കാണുന്നു. ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ അലന്റെ ജീവൻ നഷ്ടമായിരുന്നു. ഈ സംഘർഷത്തിൽ ജഗതി സ്വദേശികളായിട്ടുള്ള കുറച്ച് ആളുകൾ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്കൂൾ പരിസരത്ത് എത്തിയിരുന്നു. അങ്ങനെ ജഗതി സ്വദേശിയായിട്ടുള്ള ഒരാളാണ് കത്തികൊണ്ട് ഈ അലൻ എന്ന 19കാരനെ കുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അങ്ങനെ കാപ്പ കേസിലടക്കം പ്രതിയായിട്ടുള്ള, കാപ്പ ലിസ്റ്റിലടക്കം ഉള്ള ഒരു സന്ദീപ് എന്ന ആളെ നിലവിൽ കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അവിടെ CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഈ 30 പേർ തമ്മിലുള്ള കൂട്ടയിടിയിൽ ആരാണ് കുത്തിയെന്നടക്കമുള്ള ഒരു ദൃക്സാക്ഷി മൊഴികളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മറ്റ് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ചോദ്യം ചെയ്തു വരുന്നത്. ഇയാൾ തന്നെയാണ് കുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇനി വരുന്ന മണിക്കൂറുകളിൽ ഈ ചോദ്യം ചെയ്യൽ ഇയാൾ കുറ്റം സമ്മതിക്കും, ഇയാൾ തന്നെയാണ് പ്രതി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും.